ഹായ് കൂട്ടുകാരെ, പുതിയൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ചന്തുമോള് അനന്തപുരിയിലെ എല്ലാവരുടെയും പ്രിയപ്പെട്ടവളായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. നയനയും ആദർശും എല്ലാവരും തന്നെ ചന്തുമോളെ വളരെ സ്നേഹത്തോടെയും ഒക്കെയാണ് കേട്ടോ അവളെ സ്നേഹിക്കുന്നതും അവളെ പരിപാലിക്കുന്നതും നയന ഏറ്റെടുത്തു എന്ന് തന്നെ പറയാം. അപ്പോൾ നയനയുടെ ഈ ചന്തുമോളോടുള്ള സ്നേഹം അതിര് കിടക്കുമ്പോൾ അത് ആദർശിന് ചെറിയൊരു കുശുമ്പും അസൂയൊക്കെ തോന്നുന്നുണ്ട്. കാരണം ഇവരുടെ സ്വകാര്യ നിമിഷങ്ങളിൽ പോലും ചന്തുമോൾ ഇവരുടെ ഒപ്പമുള്ളത് ആദർശിനൊരു ഇതായിട്ട് തോന്നുന്നുണ്ടെങ്കിലും നയന അതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ ആദർശ് പറയുന്നുണ്ടായിരിക്കും, ചന്തുമോൾ വന്നത് പിന്നെ ഇപ്പോൾ നിനക്ക് എന്നോട് യാതൊരുവിധ സ്നേഹവും ഇല്ല, നീ എന്നെ ഒന്ന് മൈൻഡ് പോലും ചെയ്യുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നയന പറയുന്നുണ്ട്, നാളെ നമുക്കൊരു കുഞ്ഞുണ്ടായ ആദർശേട്ടന് ഇങ്ങനെയൊക്കെ പറയുമോ? അതില്ല. അപ്പോൾ അതുപോലെ തന്നെ കണ്ടാൽ മതി ചന്തുമോളെ, ആരോരുമില്ലാത്തവളാണ്, അവളെ സ്നേഹിക്കേണ്ടത് നമ്മുടെ കടമയാണ്, നമ്മൾ അവളുടെ എല്ലാം എല്ലായ്മ മാറണം എന്നൊക്കെ ഇങ്ങനെ നയനയും പറഞ്ഞു കൊടുക്കാൻ കേട്ടോ. അങ്ങനെ വളരെ സന്തോഷത്തിൽ തന്നെയായിരിക്കും അനന്തപുരി പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ നമ്മുടെ മുത്തശ്ശൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു കനലെരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കാരണം മുത്തശ്ശൻ വിശ്വസിച്ചിരിക്കുന്നത് ഇത് ആദർശിൻ്റെ കുഞ്ഞാണെന്ന് ആണല്ലോ. അതുകൊണ്ട് തന്നെ ഈ സത്യം ആരെയും അറിയിക്കാനും കഴിയില്ല, എന്നാൽ ഇത് അധിക കാലം മൂടി വെക്കാനും ആവില്ല എന്നൊക്കെ ഇങ്ങനെ തിരിച്ചറിയാണ് കേട്ടോ മുത്തശ്ശൻ. അങ്ങനെ മുത്തശ്ശൻ എന്ത് ചെയ്യണം ഏത് ചെയ്യണം എന്നറിയാതെ നിൽക്കുന്ന ഒരവസ്ഥയാണ് കേട്ടോ. ഈ സമയത്ത് ചില സംശയങ്ങളെല്ലാം നമ്മുടെ ജലജയുടെ മനസ്സിലൊക്കെ ഇങ്ങനെ ഉടലെടുക്കുന്നുണ്ട്. അങ്ങനെ ജലജ വന്ന് അത് മുത്തശ്ശനോട് ഓപ്പണായിട്ട് ചോദിക്കുന്നതൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ മുത്തശ്ശൻ ഓരോന്ന് പറഞ്ഞ് ഇങ്ങനെ തള്ളി മാറ്റുന്നുണ്ടെങ്കിലും അതൊന്നും വലിയ കാര്യമാകുന്നില്ല. അപ്പോൾ മുത്തശ്ശൻ തന്നെ തീരുമാനിക്കുകയാണ്, അതായത് ഇങ്ങനെ പോയാൽ എന്തെങ്കിലുമൊക്കെ വള്ളിക്കേസാകും, ആദർശമോൻ എല്ലാവരുടെ മുൻപിൽ ഒരു കള്ളനാകും, ഇതിൻ്റെ പിന്നിലെ യാഥാർത്ഥ്യം എന്തായാലും മനസ്സിലാക്കുക തന്നെ വേണം. അതുപോലെ തന്നെ ഈ കുഞ്ഞിനെ ഇങ്ങനെ ഈ നമ്മുടെ നയനയുടെയും അതുപോലെ തന്നെ ആദർശിൻ്റെയും ജീവിതത്തെ അത് ബാധിക്കുകയും ചെയ്യും, അതൊന്നും ഉണ്ടാവാൻ പാടില്ല എന്നൊക്കെ മുത്തശ്ശൻ തീരുമാനിക്കുകയാണ് കേട്ടോ. പെട്ടെന്നൊരു ദിവസം ഞാൻ ഇല്ലാണ്ടായാലും എല്ലാം തകിടം മറിയുമല്ലോ, ഈ സത്യം അബിക്ക് മാത്രമല്ലേ അറിയുള്ളൂ എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കുകയാണ് കേട്ടോ മുത്തശ്ശൻ. ശേഷം അബിയെ വിളിക്കുകയാണ് കേട്ടോ. അങ്ങനെ അബിയോട് കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിക്കുകയാണ് മുത്തശ്ശൻ. ആദ്യമേ അബിയോട് കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിലും മുത്തശ്ശൻ പിന്നീടും വിളിച്ച് ഓരോരോ കാര്യങ്ങൾ പറയുമ്പോൾ അബി ചോദിക്കുന്നുണ്ട്, എന്തിനാ മുത്തശ്ശ എന്നോട് വീണ്ടും വീണ്ടും പറഞ്ഞ്, എനിക്കറിയാമല്ലോ ഞാനിത് ആരോടും പറയില്ല, ഇപ്പോൾ ഞാൻ പഴയ അബിയല്ല, മുത്തശ്ശൻ എന്നെ പൂർണ്ണമായിട്ടും വിശ്വസിക്കാം, ഒരുപക്ഷെ ആദർശേട്ടനെക്കാട്ടിലും എന്നെ വിശ്വസിക്കാം, അതിനുള്ള തെളിവാണല്ലോ ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ മുത്തശ്ശൻ പറയുമ്പോൾ, അത് നീ പറഞ്ഞത് സത്യമാണ്, എത്രയൊക്കെ പറഞ്ഞാലും ആദർശിനെ ഞാൻ വാനോളം വിശ്വസിച്ചിരുന്നു, അവനെ എൻ്റെ എല്ലാമായി കരുതിയിരുന്നു, പക്ഷേ അവൻ ഇങ്ങനൊരു ചതി എന്നോട് കാണിക്കുമെന്ന് ഞാൻ ഒരിക്കലും വിശ്വസിച്ചില്ല. പക്ഷേ എന്ത് തന്നെ ആയാലും ഇനി അതെല്ലാം പോട്ടെ, ഈ സത്യം നമ്മളാൽ മൂടപ്പെട്ടിരിക്കട്ടെ, ഒരിക്കലും ഇതാരും അറിയാൻ പാടില്ല കേട്ടോ, നിന്നെ ഞാൻ വിശ്വസിച്ചേൽപ്പിക്കുന്ന കാര്യമാണ്, ഞാൻ പെട്ടെന്ന് എപ്പോഴേലും ഒന്നും ഇല്ലാണ്ടായാലും നീ ഈ കാര്യങ്ങളൊന്നും ആരോടും പറയില്ല, ഇത് നിൻ്റെ മനസ്സിൽ തന്നെ മൂടി വെച്ചിരിക്കണം, അത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പം നിന്നെ വിളിപ്പിച്ചത്. നയനയും ആദർശിൻ്റെയും ജീവിതം നീ കണ്ടല്ലോ, അവർ സന്തോഷത്തോടെ മുൻപോട്ട് പോട്ടെ, വിവാഹം കഴിച്ച് എൻ്റെ സ്ത്രീയിൽ ഒരു കുഞ്ഞുണ്ടോയെന്ന് അറിഞ്ഞാൽ ഏതൊരു പെണ്ണിനും അത് താങ്ങാൻ കഴിയുന്നതിലപ്പുറമാവും, അത് അവരുടെ ജീവിതത്തിൽ വിള്ളലുണ്ടാക്കും, അതുകൊണ്ട് എൻ്റെ മോൻ അതൊന്നും ആരോടും പറയരുത് എന്നൊക്കെ പറയാണ് കേട്ടോ. ഈ സമയത്ത് അഭി പറയുന്നത്, ഓ ശരി മുത്തശ്ശൻ, ഞാൻ ആരോടും പറയില്ല, മുത്തശ്ശൻ എന്നെ പൂർണ്ണമായിട്ടും വിശ്വസിക്കാം, ഇനി മുത്തശ്ശന് എന്നെ എന്ത് വേണമെങ്കിലും ഏൽപ്പിക്കുകയും ചെയ്യാം, മുത്തശ്ശൻ എന്നെ ഇപ്പോൾ വിശ്വാസമായല്ലോ. അല്ല, നമ്മുടെ ട്രിവാൻഡ്രത്ത് ടൗണിൽ ഒരു ഗംഭീര ഷോറൂം ഓപ്പൺ ആക്കാൻ പോകാമെന്ന് പറഞ്ഞു, അതിൻ്റെ ഫുൾ ചുമതല ഇനി എന്നെ ആയിരിക്കുമല്ലേ മുത്തശ്ശൻ ഏൽപ്പിക്കാൻ പോകുന്നത്, എനിക്കറിയാമല്ലോ എന്നൊക്കെ പറയുമ്പോൾ ഉടനെ നമ്മുടെ മുത്തശ്ശൻ പറയുന്നുണ്ട്, അല്ല നിന്നെ ഏൽപ്പിക്കാൻ പോകുന്നത് ആര് പറഞ്ഞു? അല്ല ആരും പറഞ്ഞില്ല, എനിക്ക് തോന്നുന്നു ഇനി ഞാനല്ലേ ഇവിടെ ഫ്രീ ആയിട്ടുള്ളൂ, അപ്പോൾ എന്നെയല്ലേ മുത്തശ്ശൻ ഏൽപ്പിക്കുന്നത് എന്ന് പറയുമ്പോൾ ഉടനെ മുത്തശ്ശൻ പറയാണ്, അയ്യോ അത് നിന്നെയല്ല, അത് ആദർശിനെ തന്നെ ഞാൻ ഏൽപ്പിച്ചു കഴിഞ്ഞല്ലോ, അതിൻ്റെ MDയും അവൻ തന്നെയാണല്ലോ, അവന് കുറച്ച് തിരക്കുകളുണ്ടെങ്കിലും അവൻ തന്നെ അതെല്ലാം നോക്കി നടത്തിക്കൊള്ളാമെന്ന് പറഞ്ഞു. പിന്നെ അവനെപ്പോലെ എക്സ്പേർട്ടിനെ കൊണ്ട് അത് ചെയ്യിപ്പിച്ചാൽ അതവിടെ വിജയകരമായി പൂർത്തീകരിക്കുകയുള്ളൂ. കാരണം നമ്മൾക്ക് കോമ്പറ്റീഷനായിട്ട് ഒരുപാട് ജ്വല്ലറികൾ അവിടെ ഉണ്ട്, അവിടെ പിടിച്ചു നിൽക്കണമെങ്കിൽ അത്രയും കഴിവുള്ള ഒരാൾ തന്നെ അതിൻ്റെ തലപ്പത്ത് വേണം. ഞാനും ഇടയ്ക്ക് പോകാമെന്ന് കരുതിയിരിക്കുകയാണ്, നീയും അവനെ അസിസ്റ്റ് ചെയ്ത് അവിടെ തന്നെ കൂടിക്കോ, ശമ്പളം വർധനവും ഉണ്ടാവും എന്നൊക്കെ പറയാൻ കേട്ടോ. ഇത് കേൾക്കുമ്പോൾ നമ്മുടെ അഭിക്ക് വല്ലാണ്ട് ദേഷ്യം വരികയാണ്. കാരണം അഭി ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു ഡയലോഗായിരിക്കും മുത്തശ്ശൻ്റെ കയ്യിൽ നിന്നും കിട്ടുക. അതായത് ആദർശിനെ മുത്തശ്ശൻ്റെ മുൻപിൽ അഭി ചിത്രീകരിച്ചിരിക്കുന്നത് ഇപ്പോൾ ഒരു കൊള്ളാത്തവൻ അല്ലെങ്കിൽ കൊള്ളരുതാത്തവൻ, വിശ്വാസവഞ്ചകൻ കാണിച്ചവൻ എന്നൊക്കെ ഒരു രീതിയിലായിരിക്കുമല്ലോ. അവനെ തന്നെ അഭിക്ക് കിട്ടുമെന്ന് കരുതി ആ പ്രോപ്പർട്ടിയുടെ ഫുൾ ചുമതല ഏൽപ്പിച്ചു അല്ലെങ്കിൽ എന്നൊക്കെ അറിയുമ്പോൾ നമ്മുടെ അഭിക്ക്
അഭിക്ക് വല്ലാതെ അങ്ങ് ദേഷ്യം വരികയാണ് കേട്ടോ. അഭിയുടെ ആ ഒരു മുഖഭാവം തന്നെ മാറുന്നുണ്ട്. അങ്ങനെ അഭിയാണെങ്കിൽ തീരുമാനിക്കുകയാണ് എന്തൊക്കെ ചെയ്തിട്ടും ഏതൊക്കെ ചെയ്തിട്ടും ആദർശമോൻ അവൻ്റെ സമാധാനത്തിന് വേണ്ടി ഞാൻ സത്യങ്ങൾ കുഴിച്ചു മൂടണമെന്നല്ലേ, ഞാൻ കുഴിച്ചു മൂടിത്തരാം, നോക്കിക്കോ, നിങ്ങളെയും കൊല്ലും, ഈ സത്യങ്ങൾ അറിഞ്ഞ് ഈ വീടും ഞാൻ ഭിന്നിപ്പിക്കും, നിങ്ങൾ നോക്കിക്കോ എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ പറയാൻ കേട്ടോ അഭി. എന്നിട്ട് എന്താ നീ ചിന്തിക്കുന്നത്? ഒന്നുമില്ല, എന്നാലും മുത്തശ്ശൻ്റെ ആഗ്രഹം പോലെ നടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അഭി അങ്ങനെ പോകുകയാണ് കേട്ടോ. ശേഷം കാണിക്കുന്നത് അഭിയാണെങ്കിൽ ഇങ്ങനെ ചിന്തിക്കുകയാണ് എന്തെങ്കിലും ചെയ്തിട്ട് ഈ കാര്യങ്ങളെല്ലാവരെയും ഇനി അറിയിക്കണം, അറിയിച്ച് ഈ കുടുംബം ഭിന്നിപ്പിച്ചിട്ട് ഞാൻ അടങ്ങുള്ളൂ, അങ്ങനെ ഇപ്പോൾ ആദർശ് എല്ലാവരുടെ മുൻപിൽ നല്ല സമയമുണ്ട എന്നൊക്കെ തീരുമാനിക്കുകയാണ് കേട്ടോ. ശേഷം അഭിയാണെങ്കിൽ നയന അവിടേക്ക് വരുന്നത് കണ്ടിട്ട് തന്നെ പെട്ടെന്ന് തന്നെ ഫോൺ എടുത്ത് വിളിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഫോൺ എടുത്തിട്ട് അബിയുടെ ഒരു ഫ്രണ്ടിനെ വിളിക്കണ പോലെ അഭിനയിക്കുകയാണ് കേട്ടോ. എന്ന് വെച്ചാൽ പറയുന്നുണ്ട് ഈ സത്യം എനിക്ക് മുത്തശ്ശന് മാത്രമേ അറിയുള്ളൂ, നീയായിട്ട് ഇനി ആരോടും അറിയിക്കാൻ നിൽക്കട്ട, അല്ല നീ എങ്ങനെയാണ് ഇത് അറിഞ്ഞത്, ഇവിടെയുള്ള ചന്തുമോള് ഏട്ടൻ്റെ കുഞ്ഞാണെന്ന് നീ എങ്ങനെയാണ് അറിഞ്ഞത് എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട് ചന്തുമോളുടെ അമ്മ മരണപ്പെട്ടപ്പോൾ മരണക്കിടക്കയിൽ നിന്ന് ആദർശിൻ്റെ കുഞ്ഞാണെന്നും ഒക്കെ പറഞ്ഞ് സത്യം ചെയ്യിപ്പിച്ച്, അതുകൊണ്ട് സത്യം ചെയ്യിപ്പിച്ചത് മുത്തശ്ശൻ ഏറ്റെടുക്കണം, എൻ്റെ കുഞ്ഞിനെ ഒന്നും കളയരുത്, അല്ലെങ്കിൽ എൻ്റെ കുഞ്ഞിനെ ഏറ്റെടുത്ത് നല്ല രീതിയിൽ വളർത്തണം എന്നൊക്കെ സത്യം ചെയ്യിപ്പിച്ചാണ്. അതുകൊണ്ട് മാത്രമാണ് മുത്തശ്ശൻ ഇവിടേക്ക് കൊണ്ടുവന്നത്. എന്നിട്ട് ഈ കുടുംബത്തിൻ്റെ മനസ്സമാധാനം ഓർത്തിട്ടാണ് മുത്തശ്ശൻ ആരോടും പറയാഞ്ഞത്, നീ ഇനി ഇതാരെയും അറിയിക്കണ്ട, നയനെയൊക്കെ അറിയുകയാണെങ്കിൽ നിനക്കറിയാമല്ലോ, പിന്നെ ഏട്ടനെ ഉപേക്ഷിച്ചിട്ട് തന്നെ പോയി കളയും, ആ പാവം ശുദ്ധ മനസ്സാണ് എന്നൊക്കെ പറയാൻ കേട്ടോ. ഇതെല്ലാം കേട്ടിട്ട് ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ് കേട്ടോ നമ്മുടെ നയന. അങ്ങനെ നയനയാണെങ്കിൽ അങ്ങനെ ചിന്തിക്കുകയാണ് കേട്ടോ. ആ സമയത്ത് ആ ചന്തുമോളാണെങ്കിൽ ആദർശിനെ അച്ഛാന്ന് വിളിച്ച് പറഞ്ഞതും എല്ലാം ഇങ്ങനെ ആലോചിക്കുകയും അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് അഭിയോട് മുത്തശ്ശൻ സംസാരിക്കുന്നത് ഒക്കെ ഇങ്ങനെ കാണുന്നുണ്ട്. അങ്ങനെ ഒരു കോൺവെർസേഷൻ അവർ തമ്മിൽ ഉണ്ടായിട്ടേ ഇല്ല. അപ്പോൾ അതെല്ലാം കൂടി ഇങ്ങനെ കണക്ട് ചെയ്ത് നോക്കുകയാണ് കേട്ടോ. എന്നിട്ട് അഭി പറഞ്ഞതിൽ എന്തൊക്കെയോ സത്യമുണ്ടെന്ന് മനസ്സിലാക്കുകയാണ് നയന. കാരണം നയന വന്നത് അഭി കണ്ടില്ല എന്നാണ് നയന വിചാരിക്കണത്. അതുകൊണ്ട് തന്നെ ഇതിൽ എന്തൊക്കെയോ സത്യങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് മനസ്സിലാക്കുകയാണ് കേട്ടോ. അങ്ങനെ നയന ആകെ ഹൃദയം തകർന്ന അവസ്ഥയിൽ നിൽക്കുകയാണ് കേട്ടോ. ആദർശ് വന്ന് നയനയോട് സംസാരിക്കുമ്പോഴും നയനയ്ക്ക് ഒന്നും അങ്ങോട്ട് സംസാരിക്കാൻ കഴിയുന്നില്ല. കാരണം നയന ഈ ഒരു ഷോക്കിൽ നിൽക്കുമ്പോഴായിരിക്കും നയനയ്ക്ക് ഒന്നും തന്നെ പിടികിട്ടാൻ കഴിയാതെ വരുന്നത് കേട്ടോ. അങ്ങനെ നയന എന്നിട്ട് ഈ സത്യങ്ങളുടെ പിന്നാലെ സഞ്ചരിക്കുകയാണ്. അതായത് ഏതാണ് സത്യമെന്ന് തിരിച്ചറിയാൻ വേണ്ടി ആദർശിൻ്റെ കുട്ടി തന്നെയാണോ അതൊന്നും തിരിച്ചറിയാൻ വേണ്ടി നയന ഇങ്ങനെ ഓരോന്ന് ചെയ്യാണ്. അങ്ങനെ ആദർശിൻ്റെ കുട്ടിയാണോ എന്ന് ഇങ്ങനെ നയനയാണെങ്കിൽ ഇങ്ങനെ അന്വേഷിക്കുന്നൊക്കെ ഉണ്ട്. പക്ഷേ ഒരു തെളിവുകളും കിട്ടുന്നില്ല കേട്ടോ. പക്ഷേ എല്ലാവരും ആദർശിൻ്റെ കുഞ്ഞ് തന്നെയാണ് അതെന്ന് ഇങ്ങനെ പറയുകയാണ്. ഇത് പറയുന്ന കേൾക്കുമ്പോൾ നയനയ്ക്ക് ഒരുപാട് സങ്കടമാകുകയാണ്. അങ്ങനെ നയന പിന്നെ ആദർശിൽ നിന്ന് പതിയെ അകലുകയാണ് കേട്ടോ. പക്ഷെ ഒരിക്കലും ആ ഒരു അകലം ചന്തുമോളിലേക്ക് ബാധിക്കുന്നില്ല. അങ്ങനെ ചന്തുമോളുമായിട്ട് നയന കൂടുതൽ അടുക്കുന്നതേ ഉള്ളൂ കേട്ടോ. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നയന ഈ സത്യങ്ങളെല്ലാം നയന തന്നെ കണ്ടുപിടിക്കുകയൊക്കെ ചെയ്യാണ് കേട്ടോ. DNA ടെസ്റ്റ് വഴിയും മറ്റുമൊക്കെ ഇങ്ങനെ നയന തന്നെ കണ്ടുപിടിക്കുകയാണ്. അങ്ങനെ കണ്ടുപിടിച്ചതിന് ശേഷം അബീനെ വീട്ടിൽ നിന്നും പുറത്താക്കുകയും അങ്ങനെയൊക്കെയുള്ള സീക്വൻസസ് ആണ് കേട്ടോ ഇനി വരാനിരിക്കുന്നത്. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇതുപോലുള്ള വീഡിയോസ് എപ്പോഴും കിട്ടാൻ വേണ്ടി ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് അമർത്തിയേക്കണേ.